തമിഴ് സിനിമാ ലോകത്ത് സജീവ ചർച്ചയായി നയൻതാര ധനുഷ് പോര്. ആരാധകർക്കിടയിൽ എന്ന പോലെ സിനിമാ ലോകത്തും ഇരുഭാഗങ്ങളെ പിന്തുണച്ചും അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇരുവരും തമ്മിലുള്ള തർക്കം അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഞാനും റൗഡി താൻ ഇരുവരുടെയും കരിയറിനെ മാറ്റിമറിച്ച ചിത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. മറ്റ് നിർമ്മാതാക്കൾ എതിർപ്പില്ലാ രേഖ നൽകാമെങ്കിൽ ധനുഷിന് എന്തുകൊണ്ട് പറ്റില്ലെന്നും സതീഷ് കുമാർ ഇന്ത്യ ടുഡേ ഓൺലൈനോട് സംസാരിക്കവേ പറഞ്ഞു. അതേസമയം വിഷയം ഇത്രയും മോശമാക്കിയതിൽ നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനും എതിരെയും വിമർശനമുയർന്നു. തനിക്ക് അവകാശമുള്ള ഒരു കാര്യത്തിന് വേണ്ടി ധനുഷിന് പോരാടിക്കൂടെ എന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു നിർമ്മാതാവ് ചോദിക്കുന്നു. വിവാഹ ഡോക്യുമെന്ററി എന്ന നിലയിലായിരുന്നു ആദ്യം പദ്ധതിയിട്ടത്. എന്നാൽ പിന്നീട് അത് നയൻതാരയുടെ സിനിമാ ജീവിതവും സ്വകാര്യ ജീവിതവും പങ്കുവെക്കുന്ന ഡോക്യുമെന്ററി എന്ന നിലയിലേക്ക് മാറി. വൻ തുകയ്ക്കാണ് അവരുടെ വിവാഹ ദൃശ്യങ്ങൾ OTT പ്ലാറ്റ്ഫോമിന് നൽകിയത്. അവർ അത് സൗജന്യമായൊന്നുമല്ല നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധനുഷും നയൻതാരയും തമ്മിൽ 2015 മുതൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. ധനുഷ് എതിർപ്പില്ലാ രേഖ നൽകാത്തത് സംഭവത്തിലെ ഒടുവിലത്തെ കാര്യമാണ്. പൊതു ഇടത്തിൽ ധനുഷിനെ വലിച്ചു കീറുന്നതിന് പകരം നയൻതാര കുറച്ചുകൂടെ പക്വമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഘ്നേഷ് തന്റെ സിനിമയുടെ പേര് തട്ടിയെടുത്തുവെന്ന ആരോപണവുമായി നിർമ്മാതാവും സംവിധായകനും സംഗീത സംവിധായകനുമായ SS കുമരൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. താൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് രജിസ്റ്റർ ചെയ്ത LIC എന്ന പേര് വിഘ്നേഷ് ശിവൻ ഉപയോഗിച്ചുവെന്നായിരുന്നു കുമരന്റെ ആരോപണം.